ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ. കാറ്റത്ത് കിളിക്കൂടിൻ്റെ വിശേഷം നോക്കിയാലോ. അപ്പോൾ ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. ഇന്ന് നമ്മളെ നിധിയുടെ കൂടെ ഗാർഡിയനായിട്ട് സുഭാഷ് ഏട്ടനും ഹോസ്റ്റലിൽ എത്തിയിട്ടുണ്ട്. അവിടുത്തെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ സുഭാഷ് ഏട്ടൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ. ഫോമൊക്കെ ഫില്ലപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ റെസീറ്റൊക്കെ ആ വാർഡൻ തിരിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നിധി റൂമിൽ പോയിട്ട് സാധനങ്ങളൊക്കെ കൊണ്ടുവച്ചിട്ട് വരാം, എന്നിട്ട് സുഭാഷ് ഏട്ടന് യാത്ര അയക്കാന്നൊക്കെ വിചാരിച്ച് നിൽക്കുക കേട്ടോ. അങ്ങനെ റൂമിലൊക്കെ പോയി സാധനങ്ങളൊക്കെ വെച്ച് തിരിച്ചു വന്നിട്ടുണ്ട്. അങ്ങനെ പോകുന്നതിൻ്റെ തൊട്ട് മുൻപായിട്ട് സുഭാഷ് ഏട്ടനും നിധിയും കൂടി കുറച്ച് ഇമോഷണൽ സീൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട്. സുഭാഷ് ഏട്ടൻ, നീ ഒരിക്കലും തനിച്ചു പോയതായി നീ ഒരിക്കലും ചിന്തിക്കരുത്. ഇവിടെ നീ തനിച്ചൊന്നുമല്ല, ആ വീട് ഇപ്പം നിൻ്റെയും കൂടിയാണ്. അതുകൊണ്ട് നിനക്ക് എപ്പോഴും അങ്ങോട്ട് വരാം. അവിടെ ഏട്ടനും അനിയന്മാരൊക്കെ നിനക്കുണ്ട്. എന്ത് വേണമെങ്കിലും എന്നോട് പറഞ്ഞാൽ മതി എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോ കാര്യങ്ങളൊക്കെ ഇങ്ങനെ സെൻറ്റി അടിച്ച് പറയുന്നുണ്ട്. അങ്ങനെ പോകുന്നതിന് മുൻപ് നമ്മൾ നിധിക്ക് കുറച്ച് പൈസ കൊടുക്കുന്നുണ്ട്. നിധി വേണ്ടാന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്നാലും നീ കയ്യിൽ വെച്ചോ, ഞാൻ തരുന്നതല്ലേ, മടിക്കണ്ട, വാങ്ങിച്ചോ, എന്തെങ്കിലുമൊക്കെ ആവശ്യം വരും എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അതൊക്കെ നിധി വാങ്ങിക്കുന്നുണ്ട് കേട്ടോ. ഇവിടെ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിലും എന്നെ വിളിച്ചാൽ മതി, ഞാൻ പോവുകയാണ് എന്നൊക്കെ നമ്മൾ സുഭാഷ് ഏട്ടൻ അങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ നിധിയാണെങ്കിൽ നിധിക്കും എന്തോ വല്ലാത്തൊരു സങ്കടം ഉണ്ട്. ഹോസ്റ്റലിലേക്ക് മാറിയതും കിളിക്കൂട് വിട്ടതിലൊക്കെ ഉള്ള സങ്കടം അവളുടെ മുഖത്ത് അവൾ കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ സുഭാഷ് ഏട്ടൻ പറയുന്നുണ്ട്, എന്നാൽ നീ പോയിക്കോ, അധികം നേരം ഇവിടെ നിൽക്കണ്ട, രാത്രിയായില്ലേ എന്നൊക്കെ പറയുമ്പോൾ സുഭാഷ് ഏട്ടൻ പോയിട്ടേ ഞാൻ പോകുന്നുള്ളൂ എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. പോയ സുഭാഷ് ഏട്ടൻ രണ്ടടി നടക്കുന്നുണ്ട് മുന്നോട്ട്, എന്നിട്ട് വീണ്ടും ഇങ്ങോട്ട് തിരിച്ചു വന്നിട്ട് പറയുന്നുണ്ട്, ഞാനൊരു കാര്യം പറഞ്ഞ മോള് തെറ്റായിട്ട് എടുക്കരുത്. കഴിയുമെങ്കിൽ മാത്രം നീ സുധീഷിനോട് പൊറുക്കണം. അവൻ അത്ര മോശക്കാരനൊന്നുമല്ല മോളെ. അവനെ എപ്പോ എങ്ങനെ സംസാരിക്കണം, ഏത് സാഹചര്യത്തിൽ എന്ത് പറയണമെന്നൊന്നും അവനറിയില്ല. ഒന്നും അറിഞ്ഞുകൊണ്ടായിരിക്കില്ല. അവൻ ചെയ്തതിനെ ഞാൻ ന്യായീകരിക്കുകയല്ല കേട്ടോ. അവൻ ചെയ്തത് വലിയ തെറ്റ് തന്നെയാണ്. പക്ഷെ എന്താണ് അവൻ ചെയ്തതെന്നൊന്നും എനിക്കറിയില്ല. എങ്കിൽ കൂടി മനസ്സുണ്ടെങ്കിൽ നീ അവനോട് പൊറുക്കണം. അമ്മയില്ലാതെ വളർന്ന കുട്ടികളല്ലേ, അപ്പം അതിൻ്റെതായ ഓരോ പ്രശ്നങ്ങളൊക്കെ അവർക്ക് ഉണ്ടായിരിക്കും. ഞാനല്ല അവരെ വളർത്തിയതെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെ കേൾക്കുമ്പോൾ നമ്മളെ നിധി ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പ്രത്യേകിച്ചൊന്നും പറയുന്നില്ല. മോള് ഇനി പോയിക്കോ, എന്നിട്ട് ഞാൻ പോയിക്കോളാം എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ നിധി അകത്തേക്ക് കയറി പോകുന്നുണ്ട് കേട്ടോ. പോകുന്നതിൻ്റെ മുൻപും സുഭാഷ് ഏട്ടനെ തിരിഞ്ഞു നോക്കുന്നുണ്ട്. അങ്ങനെ റൂമിൽ പോയിരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. തിരിച്ച് നമ്മൾ സുഭാഷ് ഏട്ടൻ ഓട്ടോ വിളിച്ചിട്ട് വീട്ടിലേക്ക് വരുന്നുണ്ട്. വീട്ടിലെത്തിയ ഉടനെ തന്നെ അകത്ത് നിന്നിട്ട് നമ്മളെ എല്ലാവരും ഓടി വരുന്നുണ്ട് കേട്ടോ. സുധീഷും ഹരീഷും നികേഷൊക്കെ ഓടി വരുന്നുണ്ട്. അവർക്കൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു സുഭാഷ് ഏട്ടൻ്റെ കൂടെ നിധി ഇങ്ങോട്ട് തിരിച്ചു വരുന്നത്. വന്ന പാടെ സുഭാഷ് ഏട്ടൻ്റെ അടുത്ത് ചോദിക്കുന്നുണ്ട്, നിധി എവിടെയെന്ന്. സുഭാഷ് ഏട്ടൻ ഒന്നും പറയാതെ അകത്തേക്ക് കയറി പോകുന്നുണ്ട് കേട്ടോ. എന്നിട്ട് വീണ്ടും വീണ്ടും ചോദിക്കുന്നുണ്ട്, അവളെ കൊണ്ടാക്കാൻ പോയതല്ലേ, അവളെ ആക്കി ഞാനിങ്ങ് പോന്നു എന്ന്. അപ്പം ഞാൻ തിരിച്ചു വരുന്നതാണ് പ്രതീക്ഷിച്ചതെന്ന് നമ്മളെ സുധീഷ് ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ. അത് കേൾക്കുമ്പോൾ സുഭാഷ് ഏട്ടൻ പറയുന്നത്, അവളെന്താ കണ്ണു പൊത്തി കളിക്കുകയാണോ, അവൾ എല്ലാം തീരുമാനിച്ചിട്ടല്ലേ ഇവിടുന്ന് ഇറങ്ങിയത്. അവൾ എൻ്റെ അടുത്ത് വന്നിട്ടാണ് ആദ്യമായിട്ട് പോകുന്ന കാര്യം പറഞ്ഞത്. അത് ഞാനൊരു ഔദാര്യമായിട്ടേ കൂട്ടുന്നുള്ളൂ. അവൾക്ക് വേണമെങ്കിൽ ഓഫീസിൽ നിന്ന് ആരോടും പറയാതെ വേണമെങ്കിൽ ഇറങ്ങി പോകാമായിരുന്നു. ആരെക്കൊണ്ടെങ്കിലും സാധനം വന്ന് എടുപ്പിച്ചാൽ മതിയായിരുന്നല്ലോ. പക്ഷെ ആ കുട്ടി അത് ചെയ്തില്ല. അത് അവളുടെ മര്യാദയാണ്. അവളെ ഞാൻ സ്വന്തം അനിയത്തിയെ പോലെയാണ് കണ്ടത്. അവൾ തിരിച്ചും എന്നെ ഒരു ഏട്ടനെ പോലെ തന്നെയാണ് കണ്ടത്. പിന്നെ അവൾ ഇവിടെ നിൽക്കണം എന്നുള്ളത് നമ്മുടെ ആവശ്യമായിരുന്നു. അവൾക്ക് അങ്ങനെ ഒരു ആവശ്യമില്ലായിരുന്നു. അത് നീ മനസ്സിലാക്കണമായിരുന്നു. പിന്നെ നിനക്ക് അവളോട് സ്നേഹവും പ്രേമവും ഒക്കെ ഉണ്ടായിരിക്കും. പക്ഷെ അത് നീ മനസ്സ് തുറന്ന് ആദ്യം പറയാണ് വേണ്ടത്. പക്ഷെ നീ ഇങ്ങനെയല്ലായിരുന്നു ചെയ്യേണ്ടിയിരുന്നത്. മുറിയിൽ കയറി ഒരു പെണ്ണിനോട് ഇങ്ങനെ അധികാരം കാണിച്ചു കഴിഞ്ഞാൽ എല്ലാം നടക്കുമെന്ന് നിന്നോട് ആരാടാ പറഞ്ഞു തന്നതെന്നൊക്കെ ഇങ്ങനെ സുഭാഷ് ഏട്ടൻ ഓരോന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. സുധീഷ് ആണെങ്കിൽ ഭയങ്കര കരച്ചിലാണ്. അവന് ഭയങ്കര വിഷമം. കാരണം അവൻ കാരണമാണ് നിധി ഇവിടുന്ന് പോയത്. അത് ഒന്നാമത്തെ കാര്യം. പിന്നെ അവന് അത്രയും അവളെ സ്നേഹിക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ ഒരാൾ ആ വീട്ടിൽ നിന്ന് ഇറങ്ങി പോവാന്ന് പറയുമ്പോൾ അവനെ സംബന്ധിച്ചിടത്തോളം അത്രയ്ക്കും സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അവളെ കാണുമെങ്കിലും ചെയ്യാമായിരുന്നു. അവള് എന്തായാലും സുധീഷിൻ്റെ അടുത്ത് എപ്പോഴും നെഗറ്റീവായിട്ടാണ് പെരുമാറുക. പക്ഷെ അതും കുഴപ്പമില്ലായിരുന്നു. എങ്കിലും അവളെ അവിടെ കാണാമായിരുന്നല്ലോ എന്നൊക്കെയാണ് അവൻ ചിന്തിക്കുന്നത്. എന്തായാലും ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, ഓരോന്ന് പറയുന്നുണ്ട്. ഹരീഷ് ആയിക്കോട്ടെ, നികേഷ് ആയിക്കോട്ടെ, എല്ലാവരും നമ്മളെ സുധീഷിനെ ഒരു ദേഷ്യത്തിലായിട്ടാണ് കാണുന്നത്. അവരൊക്കെ സുധീഷിൻ്റെ അടുത്ത് നിന്ന് പോകുന്നുണ്ട്. സുധീഷ് ഇങ്ങനെ കരയുമ്പോൾ, കാരണം അവൻ കാരണമാണ് അവൾ പോയത്. അതുകൊണ്ടാണ് അവർക്കൊക്കെ ഭയങ്കര ദേഷ്യം കേട്ടോ. അങ്ങനെ എല്ലാവരും ഭയങ്കര കരച്ചില്. അച്ഛൻ വരെ ഭയങ്കര മൂഡ് ഓഫിലാണ്. സുധീഷ് കരച്ചില്, ഹരീഷ് കരച്ചില്, നികേഷ് എല്ലാവരും ഭയങ്കര കരച്ചിലാണ്. നമ്മളെ നിധിയാണെങ്കിൽ അവിടെ ഇരുന്ന് ആലോചിക്കുന്നുണ്ട് ഓരോ കഴിഞ്ഞ കാര്യങ്ങൾ. വീട്ടിൽ ഓരോ കഴിഞ്ഞ കാര്യങ്ങൾ ആലോചിക്കുന്നുണ്ട്. ഈ കിളിക്കൂട്ടിലെ സുധീഷ് ആണെങ്കിൽ നമ്മളെ നിധിയുടെ കൂടെ കഴിഞ്ഞ നല്ല നല്ല നിമിഷങ്ങൾ ആലോചിക്കുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓരോന്ന് ആലോചിച്ച് നിൽക്കുകയാണ്. സുധീഷ് ഭയങ്കര കരച്ചിലാണ്. എല്ലാവരും ഭയങ്കര കരച്ചിലാണ് കേട്ടോ. സുധീഷ് നന്നായിട്ട്
പൊട്ടി പൊട്ടി കരയുന്നുണ്ട്. അങ്ങനെ രാത്രിയാവുമ്പോൾ എല്ലാവരും കിടക്കുന്നുണ്ട്. പക്ഷെ സുധീഷ് മാത്രം കിടക്കുന്നില്ല കേട്ടോ. സുധീഷ് ആണെങ്കിൽ ഓരോന്ന് ആലോചിച്ച് നിൽക്കുകയാണ്. ഹരീഷും അതുപോലെ തന്നെ നികേഷും സുഭാഷ് ചേട്ടനൊക്കെ കിടക്കുന്നുണ്ടെങ്കിലും കഴിഞ്ഞ കാര്യങ്ങൾ ആലോചിച്ച് കിടന്ന് കരയാട്ടോ ചെയ്യുന്നത്. നികേഷ് ആണെങ്കിൽ ചോദിക്കുന്നുണ്ട്, ഏട്ടത്തി ഇനി വരില്ലേ ഏട്ടാന്ന് ചോദിക്കുമ്പോൾ, നീ എന്തിനാ ആ കാര്യത്തിൽ ഇടപെടുന്നത്? സുധീഷ് കല്യാണം കഴിച്ചു കൊണ്ടുവന്ന പെൺകുട്ടിയാണ് നിധി. അപ്പം അവർ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് അവർ തമ്മിൽ തന്നെ തീർക്കട്ടെ, നീ ആയിട്ട് അതിലൊന്നും ഇടപെടേണ്ട മോനെ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ അവർ രണ്ടുപേരും കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട് കേട്ടോ. സുധീഷിനാണെങ്കിൽ കഴിഞ്ഞ കാര്യം ആലോചിച്ചിട്ട് ഭയങ്കരമായിട്ട് സങ്കടമുണ്ട്. നമ്മളെ നിധിക്ക് ഗിഫ്റ്റ് കൊടുത്ത കാര്യം ആലോചിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിധി സുധീഷിന് ഐസ്ക്രീം മേടിച്ചു കൊടുത്തത് ആലോചിക്കുന്നുണ്ട്. അങ്ങനെ ഓരോ മൊമെന്റ്സ്, ബൈക്കിൽ പോയ കാര്യങ്ങളൊക്കെ ആലോചിക്കുന്നുണ്ട്. അതുപോലെ തന്നെ നിധി അവിടെ ഇരുന്നും ഹോസ്റ്റലിൽ ഇരുന്നിട്ടും ആലോചിക്കുന്നുണ്ട് കേട്ടോ. ഭയങ്കര സങ്കടം ഉണ്ട്, ആൾക്കും ഭയങ്കര സങ്കടം ഉണ്ട് ഓരോന്ന് ആലോചിക്കുമ്പോൾ. അങ്ങനെ രാവിലെയൊക്കെ ആയി, നമ്മളെ നിധിയുടെ അലാറൊക്കെ അടിച്ച് അവൾ പെട്ടെന്ന് എണീക്കുമ്പോൾ അവൾ കിളിക്കൂട്ടിലായിരിക്കുമെന്ന് വിചാരിക്കും, പക്ഷെ ഹോസ്റ്റലിലായിരിക്കുമല്ലോ. അപ്പം അതിൻ്റെ ഒരു സങ്കടം അവളുടെ മുഖത്തുണ്ട്. ഓരോന്ന് ആലോചിക്കുന്നുണ്ട്, അവിടെ ആയിരുന്നെങ്കിലുള്ള ഒരവസ്ഥ. എല്ലാവരെയും വെള്ളം തളിച്ചിട്ട് നമ്മളെ നിധി ഉണർത്തുന്നതൊക്കെ ആലോചിച്ചിട്ട് ഇങ്ങനെ സങ്കടപ്പെടുന്നുണ്ട് കേട്ടോ. എണീറ്റ് കഴിഞ്ഞതിന് ശേഷം ആൾ ഒരുപാട് നേരം കട്ടിലിൽ ഇരുന്നിട്ട് ഓരോന്ന് ആലോചിക്കുക തന്നെയാണ്. ഇപ്പോഴും മനസ്സ് കിളിക്കൂട്ടിലാണ്. സുധീഷിനോട് ഇഷ്ടമില്ലാന്ന് നമുക്ക് പറയാൻ പറ്റില്ല, കാരണം സുധീഷിന്റെ കൂടെ കഴിഞ്ഞ നിമിഷങ്ങളും ആൾ ആലോചിച്ചിട്ട് സങ്കടപ്പെടുന്നുണ്ട്. പിന്നെ പെട്ടെന്ന് തന്നെ ആൾ റെഡിയായി മെസ്സിൽ പോയിട്ട് ചായയൊക്കെ എടുത്തു കൊണ്ടുവരുന്നുണ്ട്. റൂമിൽ വന്നിട്ടാണ് കുടിക്കുന്നത്. കുടിച്ചപ്പോൾ ആൾക്ക് അതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ വീട്ടിൽ നമ്മളെ സുഭാഷ് ചേട്ടൻ ഉണ്ടാക്കി തരുന്ന ചായ, അതുപോലെ തന്നെ സുഭാഷ് ചേട്ടൻ നമ്മളെ നിധിക്ക് പഠിപ്പിച്ച് കൊടുത്ത ചായയൊക്കെ ആലോചിച്ചിട്ട് ചെറിയൊരു സങ്കടമൊക്കെ ആൾ മുഖത്ത് കാണിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവളിങ്ങനെ ഓരോന്ന് ആലോചിച്ച് നിൽക്കുമ്പോഴാണ് പെട്ടെന്ന് ജനവാതിൽ തുറക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മളെ ഭാസ്കരനച്ഛൻ അവിടേക്ക് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അവൾ ജനവാതിലിൻ്റെ ഉള്ളിൽ കൂടെ കാണുന്നുണ്ട് ഭാസ്കരനച്ഛനെ. കണ്ട പാടന്നെ അവൾ താഴേക്ക് ഇറങ്ങി പോയിട്ട് അച്ഛൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഈ അച്ഛൻ വന്നത് എന്തിനായിരിക്കും? വീട്ടിലേക്ക് തിരിച്ചു വരണം എന്ന് പറയാനായിരിക്കും എന്തായാലും. പിന്നെ സുധീഷിൻ്റെ ഭാഗത്തൊരു തെറ്റുമില്ല, എല്ലാം ഞാൻ കാരണമാണെന്നൊക്കെ പറയാനായിരിക്കും അച്ഛൻ വരുന്നത്. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്ത് കാണാം. സുധീഷിൻ്റെയും നിധിയുടെയും അവിടെയും ഇവിടെയുള്ള ഈ രണ്ട് ലൈഫ് ഇപ്പം നമുക്ക് കാണുമ്പോൾ ശരിക്കും ഒരു സിനിമ കാണുന്നൊരു ഫീലാണ് കേട്ടോ. അത്രയ്ക്കും നല്ല രസകരമായിട്ട്, അതായത് നമുക്ക് അത്ര ഇമോഷണൽ ടച്ചിങ് തരുന്നുണ്ട്. അതിനനുസരിച്ചുള്ള ബാക്ക്ഗ്രൗണ്ട് സോങ് ഒക്കെ വെച്ചിട്ട് എന്തായാലും നല്ല അടിപൊളിയായിട്ടുണ്ട്. പക്ഷേ ഇങ്ങനെ ഒരു സീനിലൂടെ കടന്നു പോകുമ്പോഴായിരിക്കും മേ ബി ഇനി സുധീഷിനെ നിധി മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. കാരണം കൂടെ എപ്പോഴും സുധീഷ് ഉണ്ടാകുമ്പോൾ ആ സ്നേഹം അത്ര മനസ്സിലാക്കാൻ പറ്റില്ല. പക്ഷെ ഇങ്ങനെ അകന്നിരിക്കുമ്പോൾ മേ ബി സ്നേഹം കുറച്ചും കൂടി തിരിച്ചറിയാൻ വേണ്ടിയിട്ടുള്ളൊരു വേ ആയിരിക്കും ഇതെന്ന് തോന്നുന്നു. അപ്പോൾ എന്തായാലും നമുക്ക് വെയിറ്റ് ചെയ്യാം. ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യും. ബൈ.